ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ അമ്മായിൻ്റെ മോളെ ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഞാനും അമ്മായിയും കൂടെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് വന്നതാണ്. എന്തെങ്കിലും ഹൗസ് വാമിങ്ങിന് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് വേണം, ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. ഇതാട്ടോ അമ്മായി. അപ്പോൾ ഇതിന് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഏത് ഐറ്റംസ്, നോൺ സ്റ്റിക്കാണോ, ഗ്ലാസ് വേണോ, അതേപോലെ മൺചട്ടിയുടേത്, സ്റ്റീല്, അലൂമിനിയം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ലൊക്കേഷൻ വരുന്നത് കിഴങ്ങഴി ഭാഗത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ രണ്ട് കവർ. ഹൗസ് വാമിങ്ങിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ റൂട്ടിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ് വാമിങ്ങിന്. അനിയത്തി കൊണ്ടോട്ടിയിൽ നിന്ന് ഞങ്ങളെ കൂടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങളെ വീട്ടിലോട്ട് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ ചോദിച്ച് അങ്ങനെ അറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. നമുക്കറിയില്ലല്ലോ, കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവളെ വീട് എത്തിയതാണ് കേട്ടോ. നേരത്തെ ഒന്ന് കാണിച്ചത് ജസ്റ്റ് അവളൊരു മുൻപാണ് കേട്ടോ, ഗേറ്റ് ഭാഗമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറകു വശത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാ, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ തന്നെ വീട് കാണാൻ തന്നെ നല്ല നീറ്റാണല്ലോ. അങ്ങനെ തറവാട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവർ വീട് എടുത്തിട്ടുള്ളത്. ഇത് സിറ്റ് ഔട്ടത്തെ കാഴ്ച ഉണ്ടാവും. പിന്നെ ഒന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ടൊന്നുമില്ല, കാരണം എല്ലാവരും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ പലർക്കും വീഡിയോയിൽ വരാനുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്നേ ദിവസത്തത്. അങ്ങനെ ഇതൊക്കെ ലൈറ്റ്, ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ഇത് കണ്ടോ, ഇത് ബേ വിൻഡോ ആണ് കേട്ടോ, അടിപൊളി. അങ്ങനെ അനിയത്തി ഇത് ഓരോന്നിങ്ങനെ നോക്കി കാണട്ടെ, ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലുമാണ്. പിന്നെ ഈ വീടിൻ്റെ നിലം എന്ന് പറയുന്നത് ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പല വെറൈറ്റിയിലുള്ള ലൈറ്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ, അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. വാമായിട്ടും എല്ലാ ഐറ്റംസിലും ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഹാൻഡിലൊക്കെ അടിപൊളി. ചെയർ കേസിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ഉമ്മയുണ്ട് കയറി വരുന്നത്. ഇവിടെ മുകളിൽ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു ലൈറ്റൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഇങ്ങനെ ഓപ്പണിങ്ങിൽ നമുക്ക് നേരെ അങ്ങോട്ട് ലിവിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കിച്ചൺ ഭാഗമാണ് ഇവിടെ വരുന്നത്. ഇതിലിങ്ങനെ കുറച്ച് സെറ്റ് ചെയ്ത്, ഇത് പിന്നെ പുറത്തേക്ക് മുറ്റത്തായിട്ട് ഇറക്കി ഉണ്ടാക്കിയ ഏരിയയാണ് കേട്ടോ. ചെറിയൊരു അടുപ്പും കൊടുത്തിട്ടുണ്ട്. അടുപ്പിന് നേരായിട്ട് തന്നെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വല്ലാതെ അങ്ങോട്ടില്ല. പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നു കേട്ടോ. രണ്ടായിട്ട് റൈസും ചിക്കൻ ഫ്രൈ, സലാഡ്, അച്ചാർ, അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ വല്ലാതെ അങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ. അതെല്ലാവരും കൂടി ടേബിളിൽ ഇരിക്കുമ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഓഫാക്കിയതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ലിവിങ് ഏരിയ ചെന്നിട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഈ ഒരു ഗ്രീൻ കളർ ഷോൾട്ട് ആളാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. ഇവർക്ക് ഇവളെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർ നല്ല റെഡിക്ക് നിന്ന് തരികയാണ്. ഓരോ കൗണ്ടർ റെഡിയൊക്കെ ഉണ്ട്. അങ്ങനെ കസിൻസും എല്ലാവരുമായിട്ട് നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാഷാ അല്ലാ, എല്ലാവരും കൂടുമ്പോൾ അതൊരു രസം വേറെ അല്ലേ. ഇതിൽ ബ്ലേക്ക് മഫ്തിട്ടിരിക്കുന്ന ഉമ്മയാണ്, ബാക്കി അമ്മായിസാണ് കേട്ടോ. അതിലൊരു അമ്മായി വരാണ്. നേരത്തെ ഷോപ്പിംഗ് ചെയ്തപ്പോൾ കണ്ടില്ലേ, അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒത്തുകൂടുന്ന ടൈം ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നല്ലോണം എൻജോയ് ചെയ്യുക എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരുമായിട്ടൊന്ന് മിംഗ്ലിങ് ചെയ്യാനും. ഇത് ഞാനും അനിയത്തിയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇവരാണ് കേട്ടോ അമ്മായിയുടെ മക്കൾസ്. അങ്ങനെ ഞങ്ങളൊരു ഫാമിലി പിക്ക് ഇട്ടു കേട്ടോ. ഇതൊക്കെ അല്ലേ രസം. ഇതൊക്കെ കസിൻസാണ്.
ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്